ഭരണഘടനയിൽ വിശ്വാസമർപ്പിച്ച് നാം ജീവിച്ചു തുടങ്ങിയിട്ട് 2023 അവസാനിക്കുമ്പോൾ 74 വർഷം തികയുന്നു. ഇക്കാലം അത്രയും നിരവധി നിയമ പോരാട്ടങ്ങളും ഭേദഗതികളും നീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗത്തും അടിക്കടി അരങ്ങേറുന്ന വർഗീയ കലാപങ്ങൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാനും നിയമങ്ങൾ അടിമുടി അഴിച്ചു പണിയാനും കടുപ്പിക്കാനും നടക്കുന്ന നീക്കങ്ങൾ രാജ്യം തിരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നീതിയാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ബിന്ദുവും ആത്യന്തിക ലക്ഷ്യവും. അങ്ങനെ നോക്കുമ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും എത്രമാത്രം മാനിക്കുന്നുവെന്നും സംരക്ഷിക്കുന്നുവെന്നുമുള്ളത് ആ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ തന്നെ സൂചകങ്ങളാണ്. 2023 അവസാനിക്കുമ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ, ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ എന്നിവയടക്കമുള്ള 229 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായി അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട ചിലത് പരിശോധിക്കാം. ഓഗസ്റ്റ് മാസം 11 പാസ്സായ ഡിജിറ്റൽ പേഴ്സണൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബിൽ ഉപയോഗിച്ച് വ്യക്തിഗത ഡേറ്റ വ്യക്തികളുടെ അനുമതിയോടെ നിയമപരമായ ഉദ്ദേശത്തോടെ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വ്യവസ്ഥയാണ് നൽകുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതും ശക്തിപ്പെടുത്താൻ സർക്കാർ മുന്നോട്ട് വച്ച അനേകം ബില്ലുകളിൽ ഒന്ന് മാത്രമാണ്. ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സംബന്ധിച്ച താൽപര്യങ്ങൾ, ദേശസുരക്ഷ, വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധം, പൊതുക്രമപരിപാലനം എന്നിവയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും സർക്കാർ ഏജൻസികളുടെ ഇടപെടൽ ഒഴിവാക്കുന്നതിന് ഭരണകൂടത്തിന് അധികാരം നൽകുന്നതാണ് ഈ ബിൽ. വ്യക്തികളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നതിന് സർക്കാരിന് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ബില്ലാണ്. ഈ ബില്ലിലെ അവ്യക്തതകൾ നിർവചിക്കാനോ അതിന് അതിർവരമ്പുകൾ സൃഷ്ടിക്കാനോ മോദി സർക്കാരിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമം, ക്രിമിനൽ നടപടിക്രമം, ഇന്ത്യൻ തെളിവ് നിയമം എന്നിവയാണ് ഇന്ത്യയുടെ ക്രിമിനൽ നിയമ സംഹിതയുടെ ആധാരം. 2023 കേന്ദ്ര സർക്കാർ അഭിമാനത്തോടെ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ നിയമങ്ങളുടെ ആകെ ഒരു പൊളിച്ചെഴുത്താണ്. IPC, CRPC, IEA എന്നിവയ്ക്ക് പകരമായി 2023 ഓഗസ്റ്റ് 11 3 ബില്ലുകൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷി ബിൽ എന്നിവയാണ്. 146 പ്രതിപക്ഷ MPമാരെ ഇരുസഭകളിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്ന സാഹചര്യത്തിൽ ഈ ബില്ലുകൾ രാഷ്ട്രപതിയുടെ അംഗീകാരം നേടി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ രാജ്യദ്രോഹ കുറ്റമായ 124A വകുപ്പിന് പകരം 150 എന്ന പുതിയ വകുപ്പ് കൊണ്ടുവന്നത് വാക്കാലുള്ള വിമർശനത്തെ പോലും കുറ്റകരമാക്കുന്നു. ഈ നിയമങ്ങൾ നിലവിൽ വരുന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെയെല്ലാം UAPA വരെ ചുമത്താനുള്ള അധികാരം കേന്ദ്രത്തിന് ലഭിക്കും. രാജ്യദ്രോഹം എന്നതിന് പകരം ഇന്ത്യയുടെ അഖണ്ഡതയും ഐക്യവും പരമാധികാരവും അപകടപ്പെടുത്തൽ എന്നാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. ആർട്ടിക്കിൾ 19 ക്ലോസ് 1 ക്ലോസ് A നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മൗലികാവകാശത്തെ പോലും ചോദ്യം ചെയ്യുന്ന അധികാരങ്ങളാകും നിയമം വഴി തന്നെ കേന്ദ്ര സർക്കാരിന് ലഭിക്കുക. ഭരണഘടന പൗരന് നൽകുന്ന മൗലികാവകാശങ്ങൾ പോലും ലഘൂകരിക്കാനും ഏകപക്ഷീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും നിയമസഹായം നേടുന്നതാണ് ഇപ്പോഴുള്ള ഭേദഗതികൾ. കണ്ണു ചിമ്മുന്ന സമയത്തിനുള്ളിൽ കേന്ദ്രം അവതരിപ്പിച്ച് പാസാക്കിയ മറ്റൊന്നാണ് സെപ്റ്റംബർ 11 വന്ന വനിതാ സംവരണ ബിൽ. വനിതാ സംവരണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന കേസിലടക്കം അഭിപ്രായം രേഖപ്പെടുത്താതെ ഇരുന്ന കേന്ദ്ര നാടകീയമായി കൊണ്ടുവന്ന ഈ ബില്ലിന് പിന്നിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട. രാജ്യത്തെ ധ്രുവീകരണം സൃഷ്ടിച്ച് വോട്ട് മറിക്കാനുള്ള കേന്ദ്ര ശ്രമങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടുന്നതായിരുന്നു വനിതാ സംവരണ ബിൽ. സമാജ്വാദി പാർട്ടി, RJD തുടങ്ങിയ പാർട്ടികൾക്ക് വനിതാ സംവരണ ബില്ലിനോടുള്ള വിയോജിപ്പ് മുതലെടുത്ത് പ്രതിപക്ഷ നിരയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള ശ്രമമായി ബില്ല് മാറി. ഡിസംബർ 12 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള ബില്ലും മോദി സർക്കാർ പാസാക്കിയിരുന്നു. കമ്മീഷനിലേക്ക് നിയമിക്കാനുള്ള അംഗങ്ങളെ നിർദ്ദേശിക്കുന്നതിനുള്ള 3 അംഗ സമിതിയിൽ ചീഫ് ജസ്റ്റിസിനെ സുപ്രീം കോടതി ഉൾപ്പെടുത്തിയിരുന്നു. പുതിയ ബിൽ പ്രകാരം ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം കേന്ദ്രമന്ത്രിയെ ഉൾപ്പെടുത്തി. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട സമിതിയിൽ ആരുടെ അഭിപ്രായം നടപ്പാകും എന്ന കാര്യം പറയേണ്ടതില്ല. രാജ്യദ്രോഹത്തിന് പുതിയ വകുപ്പും പുതിയ വ്യാഖ്യാനങ്ങളും കടുത്ത ശിക്ഷയും വ്യവസ്ഥയും ചെയ്യുന്ന ബിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ
സർക്കാരിനെതിരെ മിണ്ടുന്നവരെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്താനുള്ള അധികാരം നൽകും. ഡിസംബർ 18-നാണ് ടെലികമ്മ്യൂണിക്കേഷൻ ബിൽ പാസ്സാക്കുന്നത്. ഈ ബിൽ നിലവിൽ വന്നതോടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ടെലികോം സേവനങ്ങളുടെ നിയന്ത്രണം താൽക്കാലികമായി കേന്ദ്ര സർക്കാരിനെ ഏറ്റെടുക്കാനും ആവശ്യമെങ്കിൽ സസ്പെൻഡ് ചെയ്യാനും അനുമതി ലഭിക്കും. ചുരുക്കത്തിൽ രാജ്യസുരക്ഷയുടെ പേരിൽ ഈ വർഷം ഇറങ്ങിയ ഓരോ ബില്ലും പ്രത്യക്ഷത്തിൽ തന്നെ പൗരന്റെ മൗലികാവകാശങ്ങളുടെ ശവപ്പെട്ടിയുടെ മേൽ പതിക്കുന്ന ആണികളാണ്. നിയമ ഭേദഗതികളെ പോലെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടവയാണ് കോടതികൾ പുറപ്പെടുവിച്ച വിധികളും. നിയമനിർമ്മാണത്തിൽ മുൻപുണ്ടായ കോടതി വിധികൾ നിയമത്തിലെ പോലെ തന്നെ സ്വാധീനിക്കുന്നവയാണ്. 2023 സുപ്രധാനമായ വിധികളിൽ ചിലതാണ് ജല്ലിക്കെട്ട് അനുവദിച്ചുള്ളത്. രാഹുൽ ഗാന്ധി മോദി എന്ന കുടുംബ പേരുപയോഗിച്ച വിഷയത്തിൽ കുറ്റക്കാരനാണെന്ന് വിധിക്കപ്പെട്ടത്. നിയമവ്യവസ്ഥയിലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവയാണ് എന്ന് മനസ്സിലാക്കിക്കുന്നതായിരുന്നു ഈ 2 വിധികളും. ഈ വർഷം തന്നെയാണ് രാജ്യം ഉറ്റുനോക്കിയിരുന്ന മറ്റൊരു സുപ്രധാന വിധിയും സുപ്രീം കോടതി നൽകിയത്. സ്വവർഗ വിവാഹത്തിന് നിയമസാധുത ഇല്ലെന്ന വിധി ഒരേ സമയം വൈരുദ്ധ്യമുള്ളതും നിരാശാജനകവുമായിരുന്നു. ആർട്ടിക്കിൾ 377 ഒഴിവാക്കിയതോടെ ഉഭയസമ്മതത്തോടെയുള്ള സ്വവർഗരതി ക്രിമിനൽ കുറ്റമല്ലാതായി മാറിയപ്പോഴും സ്വവർഗ വിവാഹത്തിന് നിയമസാധുത ഇല്ലാത്തത് ഈ നിയമത്തിലെ വൈരുദ്ധ്യമായി തുടരുന്നു. ഭരണഘടന നിലവിൽ വന്ന ശേഷം ഓരോ വർഷം കടക്കുമ്പോഴും നിയമവ്യവസ്ഥ വ്യത്യസ്ത ചേരികളിൽ വ്യത്യസ്ത മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. കാലഘട്ടത്തിന്റെ ആവശ്യകതയ്ക്കനുസരിച്ച് നിയമങ്ങൾ ഇക്കാലം അത്രയും പരിഷ്കരണങ്ങൾ നടത്തി വന്നിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോഴുണ്ടാകുന്ന ചർച്ചകൾ പോലുമില്ലാതെ പാസ്സാക്കുന്ന ബില്ലുകളും ഇത്തരം നിരാശാജനകമായ വിധികളും നിയമവ്യവസ്ഥയുടെ നല്ല കാലത്തിലേക്ക് തന്നെയാണോ എന്ന് ഓരോ പൗരനും പരിശോധിച്ചു പോകേണ്ടത് അത്യാവശ്യം. പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷ എംപിമാരെ പുറത്താക്കിയായിരുന്നു കേന്ദ്രത്തിന്റെ പ്രതികാരം. ഒഴിഞ്ഞ പ്രതിപക്ഷ കസേരയുടെ അഭിപ്രായത്തിന് വെച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ഓരോ ബില്ലും കേന്ദ്ര സർക്കാരിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതും അവരുടെ ഏകാധിപത്യത്തെ സഹായിക്കുന്നതും തന്നെയാണ്. മതേതര ഇന്ത്യ കണ്ട ഏറ്റവും ദൗർഭാഗ്യകരമായ അയോധ്യ ബാബറി മസ്ജിദ് വിധിയെ ആധാരമാക്കിയുള്ള രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയോടെയാണ് 2024 ആരംഭിക്കുന്നത്. നിയമനിർമ്മാണത്തിലൂടെ അല്ലാതെ ഏകപക്ഷീയമായി കേന്ദ്ര അജണ്ടകൾ ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന ഭരണകൂടത്തിന്റെ ഭയാനകമായ തിരിച്ചറിവ് കൂടിയാണ് 2023 നൽകിപ്പോകുന്നത്.